بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا وحبيبنا محمد وعلى آله وصحبه أجمعين أما بعد ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അതുപോലെ തന്നെ നമ്മുടെ ജമാഅത്തിന്റെ ആദരണീയ പ്രസിഡന്റ് വേദിയിലിരിക്കുന്ന മഹത്തുക്കൾ സ്നേഹിതർ വളരെയേറെ സന്തോഷം നിറഞ്ഞ ഒരു സുദിനത്തിലാണ് നാമുള്ളത്. നമ്മളേറെ സ്നേഹിക്കുന്ന നമ്മുടെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഏകദേശം 80 വർഷം പിന്നിടുകയാണ്. നമ്മൾ ഈ ആഘോഷങ്ങളിൽ കൊടി ഉയർത്തുകയും സന്തോഷം പങ്കിടുകയും ആശംസകൾ നേരുകയും മധുരം വിതരണം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ സന്തോഷങ്ങൾക്കൊക്കെ കാരണക്കാരായ മനുഷ്യരെ കുറിച്ച് നാം മറന്നുപോകരുത്. നമുക്കറിയാവുന്ന നമ്മുടെ പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഹീറോകളായി അറിയപ്പെടുന്നവർ ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നത് നമുക്കറിയാം 1885-ലാണ്. എന്നാൽ അതിനും 80 വർഷം മുമ്പ് 1799 ഈ വർഷങ്ങളും പേരുകളും നമ്മൾ മനസ്സിൽ കുറിച്ചിടണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 1799 ദീർഘമായ 24 വർഷത്തെ പോരാട്ടത്തിന് ശേഷം കൂടെയുള്ളവരുടെ ചതി കാരണം ടിപ്പു സുൽത്താൻ ഷഹീദ് റഹ്മത്തുള്ളാഹി അലൈഹി ബ്രിട്ടീഷുകാരാൽ വധിക്കപ്പെടുകയാണ്. അന്ന് ധാരാളം രാജാക്കന്മാർ ഈ ഇന്ത്യയിൽ ഉണ്ടായിരുന്നെങ്കിലും ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം ടിപ്പു സുൽത്താൻ ഉയർത്തിയ വെല്ലുവിളി വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ വധിക്കാൻ നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് കമാൻഡർ അദ്ദേഹത്തിന്റെ ശരീരത്തിന് മേൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന് ഇന്ത്യ നമ്മുടേതാണ്. അതിന് ഏകദേശം 4 വർഷം കഴിഞ്ഞ് 1803 ആയപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടുന്നതിന് 82 വർഷം മുമ്പ് ബ്രിട്ടീഷുകാർ പ്രഖ്യാപിച്ചു, ഇനി ഇന്ത്യയിലെ ഭരണം ഞങ്ങളുടേതായിരിക്കും. ഈ സമയത്ത് അതിനെതിരെ ഒരു വാക്കുച്ചരിക്കാൻ ഈ രാജ്യത്ത് ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം വളരെ ശ്രദ്ധ നേടിയ ഒരു വാർത്ത നമ്മൾ വായിച്ചിട്ടുണ്ടാകും. യുപിയിലെ ഉപമുഖ്യമന്ത്രി പറയുകയാണ്, മദ്രസകൾ ഭീകരവാദ കേന്ദ്രങ്ങളാണ്. എന്നാൽ അവർ നല്ലതുപോലെ കേട്ടുകൊള്ളണം, ഈ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആദ്യമായി ഒരു ആഹ്വാനം മുഴങ്ങിയത് മദ്രസയിൽ നിന്നാണ്. 1803 ഇന്ത്യ നമ്മുടേതാണ്, ഇവിടെ നമ്മുടെ ഭരണമേ നടക്കൂ എന്ന് ബ്രിട്ടീഷുകാർ പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താൻ ധൈര്യമുണ്ടായത് ആ മഹാപണ്ഡിതൻ ഷാഹ് അബ്ദുൽ അസീസ് ദഹ്ലവി. നിർത്തി പേരുകൾ പറയുന്നത് നമ്മുടെ ഹൃദയങ്ങളിൽ പതിയാനാണ്. ഷാഹ് അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് പ്രഖ്യാപിച്ചു, നമ്മുടെ രാജ്യം ബ്രിട്ടീഷിന് അടിമപ്പെട്ടിരിക്കുകയാണ്. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ടത് ഓരോ മുസ്ലിമിനും ഫർദ് ഐനാണ്.
നമുക്കറിയാം ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും കുറച്ചു പേർ ചെയ്താൽ മതി. ഫർള് ഐൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ദുഹ്ർ പോലെ, അസ്ർ പോലെ, മഗ്രിബ് പോലെ, ഇശ പോലെ ഓരോ മുസ്ലിമിനും നിർബന്ധമാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളത്. അദ്ദേഹം ബ്രിട്ടീഷുകാർക്കെതിരെ ജിഹാദിനുള്ള ആഹ്വാനം ചെയ്തപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മദ്രസ തകർത്ത് തരിപ്പണമാക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ സമ്പത്ത് മുഴുവനും കണ്ടുകെട്ടി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ദീർഘമായ ചരിത്രം പരിശോധിക്കുമ്പോൾ പലപ്പോഴും തോന്നിപ്പോകാറുണ്ട് ബ്രിട്ടീഷുകാരും ഇന്ന് രാജ്യം ഭരിക്കുന്നവരും തമ്മിൽ എത്ര സാമ്യതയുണ്ടായിരുന്നു എന്ന്. ബുൾഡോസർ രാജെന്ന് നമ്മൾ പറയുമ്പോൾ, മദ്രസകൾ തകർത്ത് തരിപ്പണമാക്കപ്പെടുമ്പോൾ, അതെ, അന്നും അവരുടെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെതിരിൽ ജിഹാദിന് ആഹ്വാനം ചെയ്ത മഹാനായ ഷാഹ് വലിയുല്ലാഹി ദഹ്ലവിയുടെ മദ്രസ അവർ തകർത്ത് തരിപ്പണമാക്കി. അതിനുശേഷം ഏകദേശം 21 വർഷം മഹാനവറുകൾ ജീവിച്ചിരുന്നു. 1824 മഹാനവറുകൾ വഫാത്താകുന്നത്. പക്ഷേ അത്രയും കാലം ഈ ആഹ്വാനത്തിന്റെ വെറും ആഹ്വാനം മാത്രമല്ലായിരുന്നു, അദ്ദേഹം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അതിന്റെ പേരിൽ മഹാനവറുകൾ ഒരുപാട് അനുഭവിക്കേണ്ടി വന്നു. പക്ഷെ തന്റെ നിലപാടിൽ നിന്നും ഒരൽപ്പം പോലും പുറകോട്ട് വന്നില്ല. കാരണം ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അവർക്ക് അത്രയും പ്രിയപ്പെട്ടതായിരുന്നു. അതിനു മുന്നിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ലായിരുന്നു. മഹാനവറുകളുടെ 2 ശിഷ്യന്മാരെ തയ്യാറാക്കി. അതിൽ ഒരാളുടെ പേര് ഷാഹ് ഇസ്മായിൽ ഷഹീദ് എന്നാണ്. ഷാഹ് ഇസ്മായിൽ ഷഹീദ്. രണ്ടാമത്തേത് ഷാഹ് അഹ്മദ് ഇർഫാൻ ഷഹീദ്. ഈ അഹ്മദ് ഇർഫാൻ ഷഹീദ് ഇദ്ദേഹത്തിന്റെ പരമ്പരയിലാണ് നമ്മുടെ പ്രിയപ്പെട്ട, നമ്മളെ വളരെയേറെ സ്നേഹിക്കുന്ന മഹാപണ്ഡിതൻ ഹദരത്ത് മൗലാന അബുൽ ഹസൻ നദ്വി റഹ്മത്തുള്ളാഹി അലൈഹി വരുന്നത്. അങ്ങനെ അദ്ദേഹം തന്നെ ഈ 2 ശിഷ്യന്മാരെയും ഇതിനായി തയ്യാറാക്കി. ഷാഹ് ഇസ്മായിൽ ഷഹീദ്, ഷാഹ് അഹ്മദ് ഇർഫാൻ ഷഹീദ്. ഈ മഹത്തുക്കൾ ഇന്ത്യ മുഴുവനും കറങ്ങി നടന്നു. നമ്മൾ ചരിത്രം പഠിക്കണം. നമ്മളെല്ലാവരും ഉറവിളി കൂട്ടാറുണ്ട് പൂർവസൂരികളായ മുസ്ലിമീങ്ങളെ, യഥാർത്ഥ സ്വാതന്ത്ര്യ സമരത്തിന്റെ യഥാർത്ഥ ഹീറോകളെ. അവരുടെ പേരുകൾ ഇന്നത്തെ ഭരണകൂടം വെട്ടിമാറ്റുന്നു. നമ്മൾ എത്ര പഠിക്കുന്നു? എനിക്കെത്ര അറിയാം? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് എത്ര അറിയാം ഈ മഹത്തുക്കളെ കുറിച്ച്? അവര് ഈ 2 മഹത്തുക്കളും ഇന്ത്യ മുഴുവനും ചുറ്റി നടന്നു. ഓരോരുത്തരോടും പോയി പറഞ്ഞു, ഇത് നമ്മുടെ രാജ്യമാണ്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. പലരും അവരെ ഓടിച്ചു. നിങ്ങൾ എന്തീ പറയുന്നത്? അധികം ആൾക്കാരും അത് ഉൾക്കൊണ്ടില്ല. സ്വാതന്ത്ര്യത്തെ കുറിച്ചൊരു ചിന്ത പോലുമില്ല. ആ സമയത്താണ് പണ്ഡിതന്മാർ ഇതിനു വേണ്ടി പരിശ്രമിക്കുന്നത്. അങ്ങനെ അവർ ഗാസിപൂർ എന്ന സ്ഥലത്തെത്തി. അവിടുത്തെ നവാബിനെ കണ്ടു. ആ നവാബ് ഇവര് പറഞ്ഞതെല്ലാം കേട്ടിട്ട് പോരാട്ടത്തിന് വേണ്ടി 1,00,000 വെള്ളി നാണയമാണ് നൽകിയത്. 1,00,000 വെള്ളി നാണയം. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മൂത്ത മകനെ, ഗാസിപൂരിന്റെ നവാബ് മൂത്ത മകനെ ഇവരെ ഏൽപ്പിക്കുകയാണ്. അഹ്മദ് ഇർഫാൻ ഷഹീദ് റഹ്മത്തുള്ളാഹി അലൈഹി ഏൽപ്പിക്കാൻ. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനെ അല്ലാഹുവിന് വേണ്ടി ബലിയർപ്പിച്ചതുപോലെ എന്റെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്റെ ഈ മകനെ നിങ്ങൾ ബലിയർപ്പിച്ചുകൊള്ളൂ. ഇത്തരം ചരിത്രങ്ങൾ ആധികാരികമായി പറയാൻ മറ്റാർക്കാണ് സാധിക്കുക? അങ്ങനെ 1824 ഷാഹ് അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ടുവെങ്കിലും അദ്ദേഹം കൊളുത്തിയ ആ 2 വിളക്കുകൾ അത് ആളിക്കത്തി. 1831 നമ്മൾ മനസ്സിലാക്കുന്ന, സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പോരാട്ടമുണ്ട്. 1857 അവിടെ നല്ല തുടക്കം. ആ ആഹ്വാനം, ജിഹാദിനുള്ള ആഹ്വാനം 1803
ബ്രിട്ടീഷുമായിട്ടുള്ള ആദ്യത്തെ സംഘടനം 1831 ബാലാക്കോട്ടിൽ വെച്ച്. വളരെ ശക്തമായ പോരാട്ടമാണ് നടന്നത്. പക്ഷെ ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ, അന്നത്തെ വൻ ശക്തിയാണ്, അവരുടെ മുമ്പിൽ ഈ സാധുക്കൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ഈ രണ്ട് മഹത്തുക്കൾ അടക്കം അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആയിരക്കണക്കിന് പേർ ഷഹീദായി. പിന്നെ ഈ യുദ്ധത്തിൽ പങ്കെടുത്തവരെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഒന്നൊന്നായി കൊല്ലാൻ തുടങ്ങി. പക്ഷേ ഇതിലൊന്നും ഒതുങ്ങുന്നവരായിരുന്നില്ല ആ ദേശസ്നേഹികൾ. വീണ്ടും അവർ പ്രവർത്തനങ്ങൾ തുടർന്നു. വളരെ രഹസ്യമായി ഒരുക്കങ്ങൾ നടത്തി. അങ്ങനെയാണ് 1857 സംഘടനം നടക്കുന്നത്. 1831 വിരലിൽ എണ്ണാവുന്ന അമുസ്ലിമീങ്ങൾ മാത്രമാണ് പോരാട്ടത്തിലുണ്ടായിരുന്നത്. എന്നാൽ 1857 ആ പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് അറിയാമോ? ദാറുൽ ഉലൂം ദൈവബന്ദിന്റെ സ്ഥാപകൻ, യുപിയിൽ സഹാറൻപൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദാറുൽ ഉലൂം ദൈവബന്ദിന്റെ സ്ഥാപകൻ മൗലാന ഖാസിം നാനൂത്തവി. അദ്ദേഹത്തിന്റെ സുഹൃത്തും ദാറുൽ ഉലൂം ദൈവബന്ദിന്റെ ആത്മീയ ആചാര്യനുമായിരുന്ന ഹദ്റത്ത് മൗലാന റഷീദ് അഹമ്മദ് ഗംഗോഹി, ഖാസിം നാനൂത്തവി, റഷീദ് അഹമ്മദ് ഗംഗോഹി. പിന്നെ ഇവർ രണ്ടുപേരുടെയും ഷെയ്ഖായിരുന്ന മൗലാന ഹാജി ഇംദാദുല്ലാ മുഹാജിർ മക്കി റഹ്മത്തുള്ളാഹി അലൈഹിം, ഇവരാണ് ഇതിന് നേതൃത്വം നൽകിയത്. ഇതിന് കാര്യമായി മുസ്ലിമീങ്ങൾ പങ്കെടുത്തു. ആ സംഘടനം അതും പരാജയപ്പെട്ടു. എന്നാൽ അത് ബ്രിട്ടീഷുകാരിൽ വലിയ വെറിയും ദേഷ്യവും ഉണ്ടാക്കി. ഈ രാജ്യത്തിന്റെ, നമ്മുടെ നിലനിൽപ്പിന്റെ, രാജ്യത്തിന്റെ അല്ല, നമ്മുടെ നിലനിൽപ്പിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി മുല്ലമാരാണ്. അതുകൊണ്ട് മുല്ലമാരും ആ കോലത്തിൽ കാണപ്പെടുന്ന മുഴുവൻ മനുഷ്യരും തുടച്ചു നീക്കപ്പെടാതെ സമാധാനമായി നമുക്കിവിടെ ഭരിക്കാൻ സാധിക്കില്ല എന്ന തീരുമാനത്തിൽ അവരെത്തുകയും 1857 സംഘട്ടനത്തിന് ശേഷം ഡൽഹിയിൽ മാത്രം വധിക്കപ്പെട്ടത് 33,000. എത്ര വലിയ സംഖ്യയാണ് നോക്കണം. 33,000 മുസ്ലിമീങ്ങൾ. അതിൽ ബഹുഭൂരിപക്ഷം മുല്ലമാർ, ആലിമീങ്ങൾ, പണ്ഡിതന്മാർ. ബാക്കിയുള്ളവരും വധിക്കപ്പെടാൻ കാരണം മുല്ലമാരുടെ കോലത്തിലുള്ളവർ. എന്നിട്ട് ഇന്നത്തെ ചെങ്കോട്ട മുതൽ ജാമി മസ്ജിദ് വരെ പോയിട്ടുള്ളവർക്കറിയാം, നമ്മുടെ അടുത്താണ്. അവിടെ വരെയുള്ള മുഴുവൻ മരങ്ങളിലും ഇവരുടെ ശരീരത്തിന്റെ അവശിഷ്ടങ്ങൾ കെട്ടിത്തൂക്കി. ഇനി ആർക്കും ഇതുപോലെ ധൈര്യമുണ്ടാക്കരുത്. പക്ഷേ ഇതിലൊന്നും ഒതുങ്ങുന്നവരായിരുന്നില്ല മുസ്ലിമീങ്ങൾ, വിശിഷ്യ മുസ്ലിം പണ്ഡിതന്മാർ. നമ്മൾ ഓർക്കണം, ഇനിയും വർഷങ്ങൾ കിടക്കുന്നു ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെടാൻ. അവർ ദാറുൽ ഉലൂം ദൈവബന്ദ് സ്ഥാപിച്ചു. 1866 ദാറുൽ ഉലൂം ദൈവബന്ദ് സ്ഥാപിക്കപ്പെടുന്നത് അത് തീർച്ചയായും ഇൽമ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ഇൽമ് ദീൻ സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിന്റെ പിന്നിൽ മറ്റൊരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു. ഈ ബ്രിട്ടീഷുകാരെ ഈ രാജ്യത്ത് നിന്നും തുരത്തുന്നതിനുള്ള പോരാളികളെ തയ്യാറാക്കുക എന്നൊരു വലിയ ലക്ഷ്യം കൂടി ഉണ്ടായിരുന്നു. ആ ലക്ഷ്യം വെച്ചത് അല്ലാഹുവിന്റെ ഔലിയാക്കളായതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും അത് സാക്ഷാത്കരിക്കപ്പെട്ടു. 1866 ദാറുൽ ഉലൂം ദൈവബന്ദ് സ്ഥാപിക്കപ്പെട്ടു. അതിന് 80 വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ അത് തീർച്ചയായും എല്ലാ അർത്ഥത്തിലും വളരെ ആധികാരികമായി നമുക്ക് പറയാൻ സാധിക്കും, ആ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം വഹിച്ചത്, ചാലക ശക്തികളായത് ഈ ദാറുൽ ഉലൂം ദൈവബന്ദ് ജന്മം നൽകിയ പണ്ഡിതന്മാരാണ്. അവിടുത്തെ ആദ്യത്തെ വിദ്യാർത്ഥി, ആ മഹാനുഭാവന്റെ പേരിലാണ് നമ്മുടെ ഇന്നത്തെ ഈ നഗർ നാമധേയം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഷെയ്ഖുൽ ഹിന്ദ്. മറന്നു പോകരുത്, ഓർത്തു വെക്കണം. മറ്റാരും ഓർക്കില്ല ഇവരെ, നമ്മൾ ഓർത്തു വെക്കണം. ഷെയ്ഖുൽ ഹിന്ദ് മഹ്മൂദുൽ ഹസൻ ദൈവബന്ദി റഹ്മത്തുള്ളാഹി അലൈഹി. മക്കൾക്ക് പേരിടണം, പേരക്കുട്ടികൾക്ക് പേരിടണം. മഹ്മൂദുൽ ഹസൻ ദൈവബന്ദി റഹ്മത്തുള്ളാഹി അലൈഹി. നിങ്ങൾക്കറിയുമോ, അദ്ദേഹത്തെ അടുത്തറിയാവുന്ന
ഒരു ബ്രിട്ടീഷ് സൈനികൻ അദ്ദേഹം പറഞ്ഞതെന്താണെന്നറിയാമോ? ഇയാളെ കരിച്ച് ചാമ്പലാക്കിയാൽ ആ ചാരത്തിൽ പോലും ബ്രിട്ടീഷുകാരോടുള്ള വിരോധം മണക്കുന്നതാണ്. അത്തരത്തിൽ ബ്രിട്ടീഷുകാരോട് വിരോധമുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് ഏകദേശം 65 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ചില ശിഷ്യന്മാരെയും ബ്രിട്ടീഷുകാർ പിടിച്ചതെന്ന് മക്കയിൽ തായിഫിൽ നിന്നാണ്. ഹജ്ജിനെന്ന പേരിൽ പോയത് അവിടെ നിന്നും മടങ്ങി നേരെ അഫ്ഗാനിസ്ഥാനിൽ എത്താനും അവിടെ അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഉബൈദുല്ലാ സിന്ധി തയ്യാറാക്കി നിർത്തിയിരിക്കുന്ന സൈന്യത്തോടൊപ്പം ബ്രിട്ടീഷുകാരെ ആക്രമിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇത് മണത്തറിഞ്ഞ ബ്രിട്ടീഷുകാർ മക്കയിൽ തായിഫിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും മാൾട്ട ജയിലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. നമുക്കറിയാം, അന്ന് ആഫ്രിക്കൻ വൻകരയിൽ സ്ഥിതി ചെയ്യുന്ന തണുത്തുറഞ്ഞ ആ പ്രദേശത്ത് അദ്ദേഹവും ശിഷ്യന്മാരും ദീർഘകാലം ജയിലിലാണ്. ആ സന്ദർഭത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും അനുഭവിച്ച പീഡനങ്ങൾ, സങ്കടങ്ങൾ, ഇതൊക്കെ ആർക്ക് അവകാശപ്പെടാൻ സാധിക്കും? അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം ഹുസൈൻ അഹ്മദ് മദനി. അദ്ദേഹം പറയുകയാണ്, ദീർഘമായ ഈ കാലയളവിൽ 3 ദിവസം എന്നൊരു മുറിയിൽ അടച്ചിട്ടു. ആ മുറിയുടെ പ്രത്യേകത എന്തെന്നാൽ മുട്ടുവരെ ചെളിയാണ്, അതുകൊണ്ട് ഇരിക്കാൻ കഴിയില്ല. ഭിത്തിയിലൊക്കെ ആണിയാണ്, അതുകൊണ്ടൊന്ന് ചാരി നിൽക്കാൻ സാധിക്കുകയില്ല. വെളിച്ചം എന്ന് പറയുന്നത് മുകളിലുള്ള ഒരു ഹോളിൽ നിന്നുമുള്ള വെളിച്ചം. ആ വെളിച്ചത്തിലൂടെ ഞാൻ മനസ്സിലാക്കും സൂര്യൻ നട്ടുച്ചയെത്തി, സൂര്യൻ നട്ടുച്ചയിൽ നിന്നും മാറിയിരിക്കുന്നു, ദുഹറിന്റെ സമയമായിരിക്കുന്നു. അത് വെച്ച് കണക്കാക്കിയാണ് ഞാൻ നമസ്കാരങ്ങൾ നിർവഹിച്ചിരുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കുക. 3 ദിവസം ഇങ്ങനെ കടുത്ത പീഡനങ്ങൾ അനുഭവിച്ച് ഒരിക്കലും മോചിപ്പിക്കപ്പെടുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നെങ്കിലും അള്ളാഹുവിന്റെ അത്ഭുതകരമായ ഇടപെടലിലൂടെ അവർ മോചിപ്പിക്കപ്പെടുകയാണ്. ബോംബെയിലെത്തുന്നു. ബോംബെയിൽ അവർ എത്തുന്നതിന് മുമ്പ്, കാരണം ഇദ്ദേഹം വലിയൊരു ആറ്റം ബോംബാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, അഥവാ ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. ഇയാളെ എങ്ങനെയെങ്കിലും ഒതുക്കണം. അദ്ദേഹം ബോംബെയുടെ തീരത്തെത്തുന്നതിന് മുമ്പ് തന്നെ കപ്പൽ ഒരു ദൂരൊരു സ്ഥലത്ത് നിർത്തി. എന്നിട്ട് ഈ ബ്രിട്ടീഷുകാരോട് വലിയ അടുപ്പമുണ്ടായിരുന്ന, അതുപോലെ തന്നെ ഈ മഹത്തുക്കളുമായും അടുപ്പമുണ്ടായിരുന്ന സർ റഹീം ബക്ഷ് എന്ന വ്യക്തിയെ ബ്രിട്ടീഷുകാരയച്ചു. അദ്ദേഹം കപ്പലിൽ ഏണി വെച്ച് കപ്പലിൽ കയറി ഷെയ്ഖുൽ ഹിന്ദിനെ കണ്ടു. എന്നിട്ട് വളരെ വാത്സല്യത്തോടുകൂടി പറഞ്ഞു, അങ്ങ് മൗലാന ഖാസിം നാനൂത്തവിയുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. താങ്കൾ ദാറുൽ ദൈവത്തിൽ ബുഖാരിയും മറ്റ് ഗ്രന്ഥങ്ങളും പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തൊരു ഐശ്വര്യമായിരുന്നു. എത്ര മനുഷ്യർ തങ്ങളെ ബൈഅത്ത് ചെയ്തു, ജീവിതം തിരുത്തി. താങ്കൾ ഇത് വിട്ട് പോയതോടുകൂടി എല്ലാവരും ചിതറിപ്പോയി. എന്നാൽ താങ്കൾ ഏതൊരു ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരിൽ പ്രവർത്തിച്ചോ ആ ബ്രിട്ടീഷ് ഗവൺമെന്റ് താങ്കൾ പോകുന്ന സന്ദർഭത്തിലുള്ളതിനേക്കാൾ ഇന്ന് ശക്തമാണ്. അതുകൊണ്ട് ഈ പരിപാടി ഒന്ന് അവസാനിപ്പിച്ചൂടെ? നിങ്ങൾ ഇനി ബുഖാരി പഠിപ്പിക്കുക, നിങ്ങൾ ദർസ് നടത്ത്, നിങ്ങൾ കൂടുതൽ ആൾക്കാരെ ബൈഅത്ത് ചെയ്ത ആത്മീയമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ വാർദ്ധക്യം കാരണം, മാൾട്ടയിലെ കടുത്ത തണുപ്പും പീഡനവും കാരണം ഒന്ന് എണീച്ചിരിക്കാൻ പോലും കഴിവില്ലാത്ത ആ മനുഷ്യൻ ശിഷ്യന്മാരുടെ സഹായത്തോടെ എണീറ്റിരുന്നു. എന്നിട്ട് പറഞ്ഞു, സർ റഹീം ബക്ഷ്, ഞാൻ ആരോഗ്യപരമായി വളരെ ബലഹീനനാണ്, എനിക്ക് എണീറ്റ് നിൽക്കാൻ പോലും കഴിയില്ല. പക്ഷേ എന്നെ തോളിൽ ചുമക്കുന്ന എന്റെ ശിഷ്യന്മാരുണ്ട്. ഞാൻ അവരോട് പറയും, നിങ്ങൾ ഓരോ ഗ്രാമങ്ങളിലും എന്നെ കൊണ്ടുപോകണം, എനിക്ക് അവിടെ പോയി ഒന്ന് വിളിച്ചു പറയണം, അംഗ്രേസ് കാ ഗുലാമി ഹറാം ഹൈ, ബ്രിട്ടീഷുകാരുടെ അടിമകളായി കഴിയുന്നത് ഹറാമാണ്, അവർക്കെതിരെ പോരാടുന്നത് നിർബന്ധമാണ് എന്നെനിക്ക് വിളിച്ചു പറയണം. ഒന്ന് ചിന്തിച്ചു നോക്കുക, എന്തൊരു വീറാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, ഒരു ചിന്തകൻ, അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, 1930 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൂർണ്ണ സ്വാതന്ത്ര്യം എന്നൊരു ആശയം മുമ്പോട്ട് വെച്ചതെങ്കിൽ
അതിന് 10 വർഷം മുമ്പ് 1920 ഞങ്ങൾ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ആശയം മുമ്പോട്ട് വെച്ചു. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് 1920 നിങ്ങൾ ഇന്ത്യയുടെ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന ആശയം മുമ്പോട്ട് വെക്കുമ്പോൾ അതിന് 120 വർഷം മുമ്പ് ആ ഒരു ആശയം മുമ്പോട്ട് വെക്കുകയും 10,000-കണക്കിന് പണ്ഡിതന്മാർ, മൗലവിമാർ ആ വഴിയിൽ ത്യാഗം അർപ്പിക്കുകയും ചെയ്ത് കഴിയും. സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു ചരിത്രമാണ് നമുക്കുള്ളത്. അതിനുശേഷം ഇന്ത്യ സ്വാതന്ത്ര്യത്തോടടുക്കുമ്പോൾ വിഭജനം എന്നൊരു മഹാദുരന്തമുണ്ടായി. മഹാന്മാർ അതിനെ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: കപ്പലിനെ എങ്ങനെയെങ്കിലും കരയോട് അടുപ്പിച്ച് വരുമ്പോൾ അത് മുങ്ങിപ്പോകുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. നമ്മൾ ഏതൊരു കൊടിക്കീഴിലാണോ ഇന്ന് അണിനിരന്നിരിക്കുന്നത്, ജംഇയ്യത്ത് ഉലമാഇ ഹിന്ദ്, ആ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ അധ്യക്ഷൻ, അഖിലേന്ത്യാ അധ്യക്ഷനാണ് മൗലാന മഹ്മൂദുൽ ഹസൻ ദൈവന്തി. മാൾട്ടയിൽ നിന്നും വന്ന് അദ്ദേഹം ഈ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. അദ്ദേഹം നേതൃത്വം നൽകിയ, അതിനുശേഷം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ നേതൃത്വം നൽകിയ ഈ പ്രസ്ഥാനം വിഭജനത്തെ അതിശക്തമായി എതിർത്തു. അവർ ഇതിന് നേതൃത്വം നൽകിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതാക്കളോട് പറഞ്ഞു, ഇവിടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഭരണഘടന മതേതര ഭരണഘടനയായിരിക്കണം. എല്ലാ മതസ്ഥർക്കും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഭരണഘടനയായിരിക്കണം ഇവിടെ. അതിനായിരിക്കണം രൂപം നൽകപ്പെടേണ്ടത്. സ്വാതന്ത്ര്യത്തിന് വർഷങ്ങൾക്ക് മുമ്പേ അവർ പറഞ്ഞു തുടങ്ങി. സ്വാതന്ത്ര്യത്തോട് കൂടുതൽ അടുക്കുകയും വിഭജനത്തിന്റെ ചർച്ചകൾ വരികയും ചെയ്തപ്പോഴും അവരിത് നടത്തി. അവർ പ്രത്യേകം ഓർമ്മിപ്പിച്ചു, ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് എത്ര പങ്കുണ്ടോ അത്രയും പങ്ക് ഞങ്ങൾക്കുണ്ട് എന്നല്ല, അതിനേക്കാൾ കൂടുതൽ പങ്ക് ഞങ്ങൾക്ക് അവകാശപ്പെടാനുണ്ട്. അതുകൊണ്ട് തന്നെ ഭരണഘടന മതേതര ഭരണഘടനയായിരിക്കണം. ഈ രാജ്യം വിഭജിക്കപ്പെടണം എന്നൊരു വിഭാഗം വാദിച്ചെങ്കിൽ ആ വിഭജനത്തിനെതിരെ ഏറ്റവും ശക്തമായി പോരാടിയത് ഞങ്ങളാണ്. അതിന്റെ പേരിൽ ഞങ്ങൾക്ക് ഒരുപാട് ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഹുസൈൻ അഹമ്മദ് മദനി റഹ്മത്തുള്ളാഹി അലൈഹി ഒരുപാട് ആദരിക്കപ്പെട്ടിരുന്ന മനുഷ്യനാണ്. എന്നാൽ വിഭജനം അടുത്ത് വന്ന സന്ദർഭത്തിൽ ഇദ്ദേഹം വിഭജനത്തിനെതിരാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ട്രെയിൻ സഞ്ചരിക്കുന്ന ഓരോ സ്റ്റേഷനുകളിലും ആളുകൾ തടിച്ചുകൂടുമായിരുന്നു, ആദരിക്കാനല്ല നിന്ദിക്കാൻ. ഇദ്ദേഹം വിഭജനത്തിനെതിരാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ നിന്ദിക്കാൻ, അദ്ദേഹം കെട്ടിയിരുന്ന തലപ്പാവ് തൊപ്പി വലിച്ച് തറയിലിട്ട് ചവിട്ടാൻ അവർ കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞു. വിഭജനത്തിനെതിരിൽ ശബ്ദിച്ചതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് ഇവിടുത്തെ ഭരണഘടന അത് മതേതര ഭരണഘടനയാകണം. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഈ രാജ്യം രണ്ടായി വിഭജിക്കപ്പെടണം, അതും മതത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നൊരു വിഭാഗം വാദിച്ച് അങ്ങനെ വാങ്ങിച്ചെടുത്തോണ്ട് പോകുമ്പോൾ സ്വാഭാവികമായും ചിന്തിച്ചാൽ ഒരുപക്ഷെ ന്യായമെന്നും നമുക്ക് തോന്നിയേക്കാം. ഇവിടുത്തെ ഭരണഘടന മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഭരണഘടന ആകേണ്ടതല്ലേ? പിന്നെന്തുകൊണ്ടാണ് ഇവിടുത്തെ ഭരണഘടന മതേതര ഭരണഘടനയായത്? അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘടനയുടെ പേരാണ് ജംഇയ്യത്ത് ഉലമാഇ ഹിന്ദ്. അതിശക്തമായ നിലയിൽ അവർ വാദിച്ചു. നിങ്ങളുടെ എത്ര പൊതു സമ്മേളനങ്ങളിൽ പാസാക്കിയ പ്രമേയങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ട്, അതിലെല്ലാം നിങ്ങൾ ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട് മതേതര ഭരണഘടനയായിരിക്കും. എന്നാൽ ഈ ഭരണഘടന രൂപീകരിക്കുന്ന ആ സംഘത്തിലും ജംഇയ്യത്ത് ഉലമാഇ ഹിന്ദിന്റെ പ്രതിനിധികളായ പണ്ഡിതന്മാരുണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഇന്ന് വളരെ അഭിമാനത്തോടുകൂടി നമ്മൾ ഈ രാജ്യത്തിന്റെ ഭരണഘടന ചേർത്ത് വെക്കുമ്പോൾ, അത് പൊക്കിപ്പിടിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, ഇത് മതേതര ഭരണഘടനയായത് ചില പണ്ഡിതന്മാരുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. സഹോദരങ്ങളെ, എന്നാൽ ഇന്ന് ഈ അവസ്ഥകളെല്ലാം മാറിപ്പോയി. ഒരുപക്ഷെ എന്റെ ഈ പ്രസംഗത്തിനോട് നിങ്ങൾക്കൊരു വിയോജിപ്പുണ്ടാകാം. ഇതെന്താണ്, മൗലവിമാരെ മാത്രം വേണ്ടി പറയുന്നു, പ്രശസ്തരായ പലരെയും പറയുന്നില്ല, ആരുടെയും പങ്ക് നമ്മൾ നിഷേധിക്കുന്നില്ല.
എല്ലാവർക്കും പങ്കുണ്ടായിരുന്നു. അവർ വാഴ്ത്തപ്പെടുന്നു, പുകഴ്ത്തപ്പെടുന്നു. പക്ഷെ ഈ പറഞ്ഞ പേരുകൾ ഈ സദസ്സുകളിൽ മാത്രം പരിമിതമാണ്. മറ്റു പേരുകൾ പറയാൻ ധാരാളം സദസ്സുകളുണ്ട്. പക്ഷെ ഈ പേരുകൾ പറയപ്പെടാൻ ഈ ഞാനും ഈ നിങ്ങളും നമ്മളെ പോലെ കുറച്ച് ആൾക്കാർ മാത്രമാണുള്ളത്. അതുകൊണ്ടാണ് ഇവരുടെ പേരുകൾ പ്രത്യേകം എടുത്തു പറഞ്ഞത്. സഹോദരങ്ങളെ, എന്നാൽ ഇവരുടെ പിൻഗാമികളായ മുസ്ലിമീങ്ങൾ, നമ്മൾ പണ്ഡിതന്മാർ ഇവരെ കുറിച്ച് പറയുന്നത് ഭീകരവാദികൾ, മദ്രസകളെ കുറിച്ച് പറയുന്നത് ഭീകരവാദത്തിന്റെ കേന്ദ്രങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ചരിത്രം മൊത്തം ഇരുന്ന് വായിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മനസ്സിൽ ചിന്ത വരും. അവരും ഇന്ന് രാജ്യം ഭരിക്കുന്നവരും അവരുടെ നയങ്ങൾ എത്ര അടുത്തിരിക്കുന്നു. അന്നും അവർ പറഞ്ഞു, ഞങ്ങളുടെ ഭരണത്തിന് ഏറ്റവും വലിയ വെല്ലുവിളി മുസ്ലിമീങ്ങളാണ്. കുത്തിത്തിരിപ്പുണ്ടാക്കുന്നത് ഞങ്ങൾക്കെതിരെ മുസ്ലിമീങ്ങളാണ്. അതിന്റെ ചാലക ശക്തികൾ പണ്ഡിതന്മാരാണ്. അത് തന്നെയല്ലേ ഇന്നും പറയുന്നത്. അന്നവർ നല്ലതുപോലെ ശ്രമിച്ചു മുസ്ലിമീങ്ങളെയും ഹിന്ദുക്കളെയും ഭിന്നിപ്പിക്കാൻ. കാരണം ഇവരെ ഭിന്നിപ്പിച്ചാൽ അവർ തമ്മിൽ അടിച്ചു കിടന്നോളും, ഇങ്ങോട്ട് വരില്ല, ഞങ്ങൾക്ക് സ്വതന്ത്രമായി ഭരിക്കാം. അത് തന്നെയല്ലേ ഇന്നത്തെ ഭരണകൂടവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ന് ഈ വെല്ലുവിളികളെയെല്ലാം മറികടന്ന് മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും കൈകോർത്തത് കൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഇല്ലെങ്കിൽ ഒരിക്കലും ലഭിക്കില്ലായിരുന്നു. വലിയ അടുപ്പവും സ്നേഹവുമായിരുന്നു ഈ മഹത്തുക്കൾക്കിടയിൽ. ഹുസൈൻ അഹ്മദ് മദനി റഹ്മത്തുള്ളാഹി അലൈഹി 10 വർഷം ജയിലിൽ കിടന്നിട്ടുണ്ട്. ഒരു പ്രാവശ്യം ജയിലിലെ വാർഡൻ അദ്ദേഹത്തിന്റെ തലപ്പാവ് വലിച്ച് തറയിലിട്ട് ചവിട്ടി. മഹാനവറുകൾ അതിനെതിരിൽ നിരാഹാരം കിടന്നു. ഈ കാര്യം ഗാന്ധിജി അറിഞ്ഞപ്പോൾ, ചിന്തിക്കണം നമ്മൾ, ഗാന്ധിജി അറിഞ്ഞപ്പോൾ അതിനെതിരെ അദ്ദേഹം പ്രക്ഷോഭം നടത്തി. എന്തിനാ? ഒരു മുല്ലയുടെ തലയിലെ തലപ്പാവ് വലിച്ച് തറയിലിട്ടതിന്റെ പേരിൽ. അത്ര ആത്മീയ ബന്ധമായിരുന്നു ഇവർക്കിടയിൽ. ആ ബന്ധം തകർക്കാൻ ബ്രിട്ടീഷുകാർക്ക് സാധിക്കാത്തത് കൊണ്ടാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചത്. ഭരണഘടനയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ് ഈ പണ്ഡിതന്മാരുടെ ആവശ്യം തള്ളിക്കളയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിക്കാതെ പോയത്? കാരണം അവരുടെ ദീർഘകാല ചരിത്രം, ഏകദേശം 150 വർഷം നീണ്ടു നിൽക്കുന്ന ചരിത്രം ആ നിഷ്പക്ഷമതികളുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. തള്ളിക്കളയാൻ പറ്റില്ലായിരുന്നു. അവരംഗീകരിച്ചു. അങ്ങനെയാണ് ഒരു മതേതര ഭരണഘടനയുടെ തണലിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. സഹോദരങ്ങളെ, ഇന്നും ഇതിന് തന്നെയാണ് ഇന്നത്തെ ഭരണപക്ഷം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിമീങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ അടുപ്പിക്കണം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്, എന്തെല്ലാം നീറുന്ന പ്രശ്നങ്ങളാണ് നമ്മുടെ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. വലിയ വലിയ പരീക്ഷകളുടെ പേപ്പർ ലീക്കാവുക എന്ന് പറഞ്ഞാൽ നിസ്സാരമാണോ? ആത്മഹത്യ അതേ വലിയ കുറ്റം തന്നെയാണ്. പക്ഷേ മനം നൊന്ത് എത്ര വിദ്യാർത്ഥികളാണ് ആത്മഹത്യ ചെയ്യുന്നത്? മനഃപൂർവ്വമല്ലല്ലോ. രാവും പകലും നമുക്കൊക്കെ അറിയാവുന്നതല്ലേ കുട്ടികൾ തയ്യാറാകുന്നത്. ഇങ്ങനെ ജന്തർ മന്ദറിൽ പ്രൊട്ടസ്റ്റ് നടത്തിയ വിദ്യാർത്ഥികളെ വെടിവെക്കുന്നു. ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യും. ഈ കാര്യങ്ങളെല്ലാം പ്രതിപക്ഷം പാർലമെന്റിൽ ഉന്നയിക്കുമ്പോഴും അവർക്ക് വേണ്ടത് അതൊന്നുമല്ല. വന്ദേ മാതരം പൂർണ്ണമായി പാടണം. അല്ലാഹുവിൽ സത്യം, വന്ദേ മാതരത്തോട് സ്നേഹമുള്ളത് കൊണ്ടല്ല. വന്ദേ മാതരം ചർച്ചയ്ക്ക് വന്നാൽ അവിടെ ഒരു വർഗീയ ധ്രുവീകരണം വളരെ എളുപ്പമായി നടക്കും എന്ന് കൃത്യമായി അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഇത് ചർച്ചയ്ക്കെടുക്കുന്നത്. കാരണം അതിൽ ശിർക്കിന്റെ വാക്കുകളുണ്ട്. ഈ രാജ്യത്തെ ആരാധിക്കുന്നതുമായി ബന്ധപ്പെട്ട വാക്കുകളും വാചകങ്ങളും മുസ്ലിമീങ്ങൾ അത് അംഗീകരിക്കില്ല. കാരണം മുസ്ലിമീങ്ങൾ പറയുന്നത് ഈ രാജ്യം അതിനും അപ്പുറമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ നിബിധങ്ങൾ, ആ നിബിധങ്ങളെ പോലും ഞങ്ങൾ ആദരിക്കുന്നു, തങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. പക്ഷെ ഞങ്ങൾ ആ നിബിധങ്ങളെ ആരാധിക്കില്ല. ഉമ്മക്ക് വേണ്ടി എന്തും നമ്മൾ ചെയ്യും, പക്ഷെ ഉമ്മയെ ഞങ്ങൾ ആരാധിക്കില്ല. ഈ രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും, ചെയ്തിട്ടുണ്ട്, ചരിത്രം എടുത്തു നോക്ക്. പക്ഷേ ഞങ്ങൾ ഈ രാജ്യത്തെ ആരാധിക്കില്ല. അത്തരം വാക്ക് ഞങ്ങൾ ഉച്ചരിക്കില്ല. പാർലമെന്റിൽ മുസ്ലിം എംപിമാരും അതുപോലെ തന്നെ മുസ്ലിമീങ്ങളുടെ പക്ഷത്തു നിന്നും പ്രതിപക്ഷവും ഒക്കെ ഈ കാര്യം ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഇവർക്കറിയാം ഇന്ത്യയിൽ നീറുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്താൽ ഇവർ നീറും. അതുകൊണ്ട് അതൊന്നും ചർച്ചയാക്കിയില്ല. എത്ര നാണക്കേടാണ് കഴിഞ്ഞ ആഴ്ചകളോളം നീണ്ട പാർലമെന്റിൽ പ്രധാനമന്ത്രിയോ ഹോം മിനിസ്റ്ററോ വരാതെ അവസാന ദിവസം വന്ന് വന്ദേ മാതരം 5
ചോദ്യത്തിനും ഉത്തരം നൽകുന്നില്ല. പ്രതിപക്ഷത്തിന്റെ ചോദ്യമല്ല അത്, രാജ്യത്തിന്റെ ചോദ്യങ്ങളാണ്. അതിനൊന്നും ഉത്തരം പറയാതെ, കാരണം അതൊന്നുമല്ല അവരുടെ വിഷയം. ഈ ഓരോ ചർച്ചകൾ നിങ്ങൾ കണക്കൊന്ന് പരിശോധിച്ചു നോക്കണം. കോടിക്കണക്കിന് രൂപയാണ് ഓരോ ബില്ലുകളും ചർച്ച ചെയ്യുമ്പോൾ ചെലവാക്കപ്പെടുന്നത്. ഇതിനു മുമ്പ് പൗരത്വ ഭേദഗതി ബില്ല് വന്നു, അതിൽ ചർച്ച നടത്തി, കോടികളാണ് ചെലവാകുന്നത്. എന്താണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യം? ഈ രാജ്യത്ത് നുഴഞ്ഞു കയറിയവരെ പുറത്താക്കണം. നല്ല കാര്യം, നമുക്ക് ഒരുമിച്ച് പുറത്താക്കാം. ഇല്ലല്ല, അങ്ങനെയല്ല. ഈ രാജ്യത്ത് നുഴഞ്ഞു കയറിയവരെയെല്ലാം കണ്ടുപിടിക്കണം, എന്നിട്ട് മുസ്ലിമീങ്ങളെ പുറത്താക്കണം, ബാക്കിയുള്ളവർക്ക് പൗരത്വം കൊടുക്കണം. എത്ര രസമാണ്! കാരണം മുസ്ലിമീങ്ങൾക്ക് അപ്പുറം രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരവിടെ പോട്ടെ. എത്ര വിരോധാഭാസമാണ്! വഖഫ് ബില്ല് വന്നു, പ്രധാനമന്ത്രി പറഞ്ഞത് വഖഫിനെ കുറിച്ചുള്ള പരാമർശം ഭരണഘടനയിൽ ഇല്ല എന്നാണ്. ഭരണഘടന മതസ്വാതന്ത്ര്യത്തിന് ഓരോരുത്തർക്കും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കാൻ അനുവാദം നൽകുന്നുണ്ടോ? എങ്കിൽ ആ മതത്തിന്റെ ഉള്ളിലെ പ്രധാനപ്പെട്ട അധ്യായമാണ് വഖഫ്. ഈ വഖഫ് മുസ്ലിമീങ്ങളിൽ ഒതുങ്ങുന്നതല്ല. ഹൈന്ദവരിലുണ്ട്, ക്രിസ്ത്യാനികളിലുണ്ട്, എല്ലാ മതവിഭാഗങ്ങളിലുമുണ്ട്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും ഇല്ലാത്ത ചിന്ത എന്തിനാണ് ഇവിടെ? ധ്രുവീകരണം തന്നെയാണ് ഇവിടുത്തെ ലക്ഷ്യം. മുത്തലാഖ് ബില്ല് വന്നു. 3 തലാഖ് ഒരുമിച്ച് ചൊല്ലിയാൽ പിന്നെ ആ പെണ്ണിനെ വിവാഹം കഴിക്കാൻ സാധിക്കില്ല. ഈ ചർച്ച വന്നു. എന്താണ് ഇതിന്റെ പിന്നിലെ ലക്ഷ്യം? മുസ്ലിം സ്ത്രീകളോടുള്ള ആത്മാർത്ഥതയാണ്? ഒരിക്കലുമല്ല. അതിനും ചെലവാക്കി കോടികൾ. ഈ സമയങ്ങളും പാർലമെന്റിന്റെ വിലപ്പെട്ട സമയങ്ങളും സമ്പത്തും ഇത്തരം അനാവശ്യ കാര്യങ്ങളിൽ ചെലവഴിക്കുന്ന സന്ദർഭത്തിൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, രാജ്യത്തിന്റെ നീറുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ചെലവാക്കിക്കൂടെ? ഇല്ല, അത് ചെലവാക്കില്ല. കാരണം അത്തരം ചർച്ചകളിലേക്ക് വരുമ്പോൾ പിന്നെ ഇവർ തകർന്നു പോകും. എന്നും ഹിന്ദു മുസ്ലിം അടിച്ചു കിടക്കണം, അപ്പോഴേ അവർക്ക് ഇവിടെ ഭരണം ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. സഹോദരങ്ങളെ, നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്, ഇത്രയും നേരം നമ്മൾ ഈ കാര്യങ്ങൾ കേട്ടത് ഒരിക്കലും മുൻഗാമികളെ കുറിച്ച് മനസ്സിലാക്കാൻ, ചരിത്രം മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല. നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആ ധീരപുരുഷന്മാരുടെ യഥാർത്ഥ പിൻഗാമികളാണെങ്കിൽ നമ്മളത് ഏറ്റെടുക്കണം, ഏറ്റെടുത്തിരിക്കണം. അതിൽ 2 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 2 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം നമ്മളെല്ലാവരും സമ്പൂർണമായ ദീനനുസരിച്ച് ജീവിക്കണം. കൊള്ളാലോ. സ്വാതന്ത്ര്യ സമര സന്ദേശത്തിന്റെ ഭാഗമാണോ ഇത്? അതെ. നമ്മുടെ മഹാന്മാർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അധ്വാനിച്ചത്, ഈ രാജ്യത്തിന്റെ ഭരണഘടന മതേതര ഭരണഘടനയാകാൻ ശ്രമിച്ചത് എനിക്കും നിങ്ങൾക്കും ഒരാളുടെയും ഇടങ്ങേറില്ലാതെ റാഹത്തായിട്ട് നമസ്കരിക്കാൻ വേണ്ടിയാണ്, നോമ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്, ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇബാദത്തുകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ എത്ര നമുക്ക് മത്സരിച്ച് മുന്നേറാൻ സാധിക്കുമോ മുന്നേറുക. ഇതിന് നേതൃത്വം നൽകിയ ചിലരുടെ പേരുകൾ നമ്മൾ പറഞ്ഞല്ലോ. ഇന്ന് ഇതിന് നേതൃത്വം നൽകുന്ന മൗലാന അർഷദ് മദനി, പേര് നമ്മൾ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം റമദാനിൽ 30 ദിവസവും ഇഅ്തികാഫിലാണ്. നമ്മുടെ ഈ കൂട്ടത്തിൽ 10 ദിവസം റമദാനിന്റെ അവസാനത്തെ 10 ഇഅ്തികാഫിൽ എത്ര പേരുണ്ടാകും? റമദാനിലെ 30 ദിവസവും പിറ കാണുന്നതോടുകൂടി ആള് ധാർമ്മികവും ദൈവത്തിനോട് ചേർന്ന് നിൽക്കുന്ന ചെത്ത മസ്ജിദിൽ ഇഅ്തികാഫ് ആരംഭിക്കുകയാണ്. ശവ്വാലിന്റെ പിറ കണ്ടിട്ടേ ഇറങ്ങുള്ളൂ നടന്ന്. സഹോദരങ്ങളെ, ഇബാദത്തിൽ മത്സരിച്ച് നമ്മൾ മുന്നേറണം. അതെ, പല കാര്യങ്ങളിലും നമ്മുടെ ദീനീ കാര്യങ്ങളിൽ നമുക്ക് വിഷമങ്ങളുണ്ട്, വന്ദേമാതരം പോലെ, അതുപോലെ വഖഫ്, ഇത്തരം വിഷയങ്ങൾ. പക്ഷേ തടസ്സമില്ലാത്ത എത്ര കാര്യങ്ങളുണ്ട്, നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? സിനിമ കാണാതിരിക്കാൻ, സീരിയൽ കാണാതിരിക്കാൻ, വൃത്തികെട്ട വീഡിയോകൾ കാണാതിരിക്കാൻ നമുക്ക് ഈ രാജ്യത്ത് എന്തെങ്കിലും തടസ്സമുണ്ടോ? പക്ഷെ നമ്മളത് ചെയ്യുന്നുണ്ടോ? വിവാഹത്തിലെ ധൂർത്ത് ഒഴിവാക്കാൻ നമുക്കിവിടെ എന്തെങ്കിലും തടസ്സമുണ്ടോ? പക്ഷെ നമ്മൾ എത്ര പേർ ചെയ്യുന്നുണ്ട്? ബാങ്ക് കൊടുത്ത് പള്ളിയിൽ വന്ന് നമസ്കരിക്കാൻ നമ്മളെല്ലാവരും ബാബരി മസ്ജിദിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ ഡൽഹിയിലെ, ഹരിയാനയിൽ, യുപിയിൽ മസ്ജിദുകൾ തകർക്കപ്പെടുന്ന ഇത് കാണുമ്പോൾ രോമാഞ്ചം കൊള്ളാറുണ്ട്. എന്നാൽ നമ്മുടെ മസ്ജിദിൽ ബാങ്ക് വിളി കേട്ട് കൃത്യമായ നിലയിൽ
പൂർണ്ണമായി അവ്വൽ തക്ബീറോടുകൂടി ഇമാമിന്റെ പുറകിൽ 5 നേരവും നമസ്കരിക്കുന്ന എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ട്? സഹോദരങ്ങളെ, ഈ ദിവസത്തെ ഒന്നാമത്തെ ആഹ്വാനം, നമ്മുടെ മഹാന്മാർ ഈ മുഴുവൻ ത്യാഗങ്ങളും ഏതൊരു ലക്ഷ്യത്തിലാണോ ചെയ്തത് ആ ലക്ഷ്യം നിറവേറ്റുന്നവരാകണം നമ്മൾ. ഞാൻ പറയുന്നത് അവരുടെ തഹജ്ജുദിന്റെ ആ സമയത്തുള്ള കരച്ചിലിന്റെ 1000-ൽ 1 അംശമെങ്കിലും നമുക്ക് കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഒന്നാമത്തേത്. രണ്ടാമത്തത്, വർഗീയ ധ്രുവീകരണത്തിലൂടെയാണ് ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ഇന്നത്തെ രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ശ്രമിക്കുന്നതെങ്കിൽ പരസ്പരമുള്ള ചേർത്ത് നിർത്തലുകളിലൂടെ, സ്നേഹങ്ങളിലൂടെ നമ്മൾ അതിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ജമിഅത്തുൽ ഉലമാ ഹിന്ദ് ആ രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1 വർഷം ബിരുദാനന്തര ബിരുദം ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളിൽ 70%-ലേറെ മാർക്കുള്ള വിദ്യാർത്ഥികൾ, അവരിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് അവർക്ക് സാമ്പത്തിക സഹായം ചെയ്തു. ജമിഅത്തുൽ ഉലമാ ഹിന്ദ് 2 കോടി രൂപയാണ് ഇതിനു വേണ്ടി ചെലവാക്കിയത്. അതിന്റെ ഉപഭോക്താക്കൾ 1200 വിദ്യാർത്ഥികളാണ്. 1200 വിദ്യാർത്ഥികൾ. ഈ 1200 വിദ്യാർത്ഥികളിൽ അമുസ്ലിമീങ്ങളുമുണ്ട്. ജമിഅത്തുൽ ഉലമാ ഹിന്ദ് നിരപരാധികൾക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടം നടത്തുന്നുണ്ട്. കോടികളാണ് അതിനുവേണ്ടി ചെലവഴിക്കപ്പെടുന്നത്. നമുക്കറിയാം, 5 മിനിറ്റ് 10 മിനിറ്റ് ഒന്ന് സുപ്രീം കോടതിയിൽ എണീറ്റ് നിൽക്കാൻ അതിന് തന്നെ ലക്ഷങ്ങളാണ് ചെലവ്. വക്കീലന്മാരുടെ ഫീസ്. ഇത് ജമിയത്ത് ഏറ്റെടുത്ത് നടത്തുന്നു. ഈ നിരപരാധികളുടെ വീട്ടിൽ ആവശ്യമായ ചെലവിനുള്ള പൈസയും ആവശ്യമായ വിഭവങ്ങളും എത്തിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ 500-ൽ പരം നിരപരാധികളാണ് ഇതുവരെ മോചിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കീഴ്ക്കോടതി, ഹൈക്കോടതിയൊക്കെ തൂക്കിലേറ്റണമെന്ന് വിധിക്കപ്പെട്ടവർ സുപ്രീം കോടതിയിൽ ജമിഅത്തുൽ ഉലമാ ഹിന്ദ് അവരുടെ കേസ് ഏറ്റെടുക്കുകയും അവർ നിരപരാധികളാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ട് മോചിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ അമുസ്ലിമീങ്ങളുണ്ട്. ഇന്നത്തെ റിലീഫ് പ്രവർത്തനങ്ങളിൽ 2018-ൽ വളരെ സങ്കടകരമായ ഒരു കാര്യം നമ്മുടെ കായംകുളത്തിന് പരിസരത്തുള്ള ഒരു ക്യാമ്പിൽ നടന്നു. നമ്മുടെ ജമിയത്തിന്റെ പ്രവർത്തകർ അരവര വെള്ളത്തിൽ അവരുടെ തലയുടെ മുകളിൽ സാധനങ്ങളുമായി ഒരു ക്യാമ്പിലെത്തുമ്പോൾ ആ ക്യാമ്പിൽ ഒരു മുസ്ലിം സ്ത്രീ മാത്രം, ഒരു ഉമ്മ മാത്രമാവാ, ബാക്കി എല്ലാവരും അമുസ്ലിമീങ്ങളാണ്. പക്ഷെ ജമിയത്തിന് അങ്ങനെ ഒരു നോട്ടമില്ലല്ലോ. ഈ രാജ്യനിവാസികൾ, മനുഷ്യർ, ആവശ്യക്കാർ ഇത് നോക്കി ജമിയത്ത് സഹായിച്ചു. എന്നിട്ട് അവരോട് ചോദിച്ചു, നിങ്ങളുടെ ആവശ്യങ്ങൾ ലിസ്റ്റാക്കി തന്നാൽ വീണ്ടും ഞങ്ങൾ എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് എത്തിച്ചു തരാം. ലിസ്റ്റ് എല്ലാം വാങ്ങിച്ചു. അവരുടെ വസ്ത്രങ്ങളും അതിനാവശ്യമായ അളവുകളും എല്ലാം എഴുതി ഈ സംഘത്തിന് കൈമാറിയവർ. പിറ്റേന്ന് അവിടെ വേറൊരു സംഘം വന്നു. അവർ വന്നിട്ട് ഈ മുസ്ലിമായ ഉമ്മയെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവർക്ക് വിതരണം ചെയ്തു. ഇത്ര സങ്കടകരമായ വാർത്തയാണ്. എന്നാൽ ആ കൂട്ടത്തിലുള്ള ഒരു അമുസ്ലിം സ്ത്രീ എണീറ്റ് നിന്നു. അവർ പറഞ്ഞു, ഇന്നലെ ഇത്രപോലും വരാനുള്ള സൗകര്യമില്ലാത്ത സമയത്ത് തൊപ്പിയും താടിയും വെച്ച് കുറെ പേര് വന്നു. അവർ ഞങ്ങളോട് ചോദിച്ചില്ല ജാതി ഏത്, മതമേത് എന്ന്. ആവശ്യക്കാർക്ക് ആവശ്യമുള്ളത് കൊടുക്കുകയും ഞങ്ങളുടെ ആവശ്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. അവർ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് എത്തിച്ചു തരും, നിങ്ങളുടേത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് എടുത്തെറിയുകയായിരുന്നു. സഹോദരങ്ങളെ, ജമിയത്തിന്റെ രീതി അതാണ്. വെറുപ്പിനെ വെറുപ്പ് കൊണ്ട് നേരിടാൻ സാധിക്കില്ല. വെറുപ്പിനെ സ്നേഹം കൊണ്ട്, സാഹോദര്യം കൊണ്ട് നേരിടാൻ സാധിക്കുകയുള്ളൂ. ഈ സാഹോദര്യം, സ്നേഹം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, ഇത് ഈ രാജ്യത്തിന്റെ പ്രകൃതമാണ്. ഈ രാജ്യത്തിന്റെ പ്രകൃതമാണത്. നമ്മളിപ്പോൾ കണ്ടു CJP-യുടെ സമരത്തിൽ ജുനൈദ് എന്നൊരു ചെറുപ്പക്കാരൻ, അവന്റെ കുറ്റെന്താ? അവന് തൊപ്പിയും താടിയും ജുബ്ബയും പൈജാമയും ഉണ്ടായിപ്പോയി. അവൻ ഏകദേശം 1 മാസത്തോളം അവിടെ ഭരണകൂടത്തിനെതിരിൽ സമരം ചെയ്യുന്ന ചെറുപ്പക്കാർക്ക്, യുവാക്കൾക്ക് വെള്ളം കൊടുത്തു, ചായ കൊടുത്തു, കടി കൊടുത്തു, ആഹാരം കൊടുത്തു. ഇതാണ് അവൻ ചെയ്ത കുറ്റം. എന്നാൽ അവനെ ഭീകരവാദിയാക്കി. അവന്റെ വീട്ടിൽ അവന്റെ സഹോദരനെയും അതുപോലെ തന്നെ അവന്റെ വാപ്പയെയും അറസ്റ്റ് ചെയ്തു. അവന്റെ സഹോദരൻ വിവാഹം കഴിച്ച വീട്ടിൽ പോയി അവിടെയും മടങ്ങേറുണ്ടാക്കി. ഇവരുടെ ഐഡികൾ പിടിച്ചു വെച്ചു. എന്തിനാണ്? അവൻ മുസ്ലിമായി പോയതുകൊണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, രാജ്യത്തിന്റെ പ്രകൃതമാണിത്. ഈ ചെറുപ്പക്കാർ വിട്ടില്ല. അവരുടെ ആവശ്യങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. ഓരോന്നും നേടിയെടുക്കുന്നതിനോടൊപ്പം ജുനൈദിനെ
അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ വളരെ അത്ഭുതകരമായ ഒരു കാഴ്ചയും നമ്മൾ കണ്ടു. വിദ്യാർത്ഥികൾ സമരം നടത്തുന്നതിനിടയിൽ മുസ്ലിമീങ്ങളായ വിദ്യാർത്ഥികൾക്ക് ളുഹ്ർ നമസ്കരിക്കാൻ കാവൽ നിന്നത്, കൈപിടിച്ച് ചുറ്റും നിന്നത് അമുസ്ലിമീങ്ങളായ ചെറുപ്പക്കാരാണ്. ഈ രാജ്യത്തിന്റെ പ്രകൃതമാണ്. അതിനെ തകർക്കാൻ കഴിയില്ല, അതിനെ പല രീതിയിലും അമർത്തി വെക്കാൻ കഴിയും. പക്ഷെ ഈ പ്രകൃതം ഒരു ദിവസം പൊങ്ങി വരും. അന്ന് ഈ വർഗീയ ശക്തികളൊക്കെ അവരുടെ അന്ത്യം കാണും എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്രയൊക്കെ ത്യാഗം ചെയ്ത ഈ മഹത്തുക്കളുടെ പിൻഗാമികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾ ഒന്നാണ്, ഞങ്ങൾ ഓരോരുത്തരും അവരവരുടെ മതത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. പക്ഷേ ഈ രാജ്യത്തിന്റെ മക്കളെന്ന നിലയിൽ ഒന്നിക്കുന്നവരാണ്. എല്ലാവരുടെയും കഴിവും ഉപയോഗിച്ച് ഈ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തണം, ഈ രാജ്യത്തിന്റെ പുരോഗതി ഉറപ്പുവരുത്തണം. അതിനായിരിക്കണം പാർലമെന്റ്, അതിനായിരിക്കണം ഗവൺമെന്റിന്റെ പൈസ വിനിയോഗിക്കപ്പെടേണ്ടത് എന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിലൂടെ തെളിയിക്കണം. ഇതാണ് ഇന്നത്തെ രണ്ടാമത്തെ സന്ദേശം. ഒന്ന്, നമ്മൾ ദീനനുസരിച്ച് ജീവിക്കണം. രണ്ട്, വെറുപ്പിനെ സ്നേഹം കൊണ്ട് നേരിട്ട് തോൽപ്പിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഷഹീദായ നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ യഥാർത്ഥ പിൻഗാമികളായി നല്ലവരായി ജീവിച്ചു മരിക്കുവാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. വെറുതെ ഒരു ജീവിതമല്ലാതെ ചരിത്രം എഴുതുന്ന ജീവിതമാക്കി നിങ്ങൾ ഓരോരുത്തരുടെയും നമ്മുടെ തലമുറകളുടെയും ജീവിതം അല്ലാഹു ആക്കുമാറാകട്ടെ. വആഖിറു ദുആഇ